എങ്ങനെയുണ്ട് സുനിച്ചേട്ടൻ ഇന്നത്തെ പരിപാടി? വളരെ ആക്റ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ ആറാട്ടുപുഴ പൂരത്തിൻ്റെ പിന്നെ പന്തൽ നാട്ടിൽ കർമ്മം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ തന്നെ ഇന്ന് അവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബൈക്ക് റാലി ഓപ്പൺ ആയിട്ടുള്ള പിന്നെ റോഡ് ഷോ അടക്കമുള്ള പരിപാടി കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ പാവർട്ടിയിൽ വന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന വളരെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള പാവർട്ടി പള്ളിയുടെ അങ്കണത്തിലാണ്. ഇവിടുത്തെ അച്ഛനോടൊപ്പമാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുടെ ഭാഗത്തുനിന്ന് വളരെ നല്ല പ്രതികരണമാണുള്ളത്. എന്തായാലും ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൃശ്ശൂരിൽ ജയിക്കുക എന്നുള്ളത് ജനങ്ങൾ തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഒരു മാറ്റം ഉണ്ടാവും തൃശ്ശൂർ, എന്തായാലും ഉറപ്പായിട്ടുണ്ടാവും. ഒരു ഭാഗം അച്ഛനോട് കൂടി ചോദിക്കട്ടെ. അച്ഛൻ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് അച്ഛൻ എന്താ പറയുന്നത്? എനിക്ക് വളരെ കൊല്ലത്ത് പരിചയമുണ്ട് സാറിന്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അദ്ദേഹത്തെ പറ്റി ഒന്നും പറയാനില്ല. വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ശുഭ പ്രതീക്ഷ. മണലൂർ മണ്ഡലത്തിലാണ് പര്യടനം. മണലൂർ MLA മുരളി പെരുന്നെല്ലി സുനിലേട്ടനോടൊപ്പം ഉണ്ട്. മുരളിയേട്ടൻ പറയും എങ്ങനെയാണ് മണ്ഡലത്തിലെ കാര്യങ്ങളൊക്കെ അങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥി സുനിൽകുമാർ പറഞ്ഞ പോലെ തന്നെ ഇന്നിപ്പോൾ മണലൂർ മണ്ഡലത്തിൽ കടന്നിരിക്കുകയാണ്. ഇപ്പോൾ പാവറട്ടി പഞ്ചായത്തിലാണ് പര്യടന പരിപാടി നടന്നത്. വ്യക്തികളെ, സ്ഥാപനങ്ങളെ, അതുപോലെ ആരാധനാലയങ്ങളൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത്. ഉച്ചതിരിഞ്ഞ് വീണ്ടും ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. തീർച്ചയായിട്ടും മണലൂർ മണ്ഡലം ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് സുനിൽകുമാറിന് ചരിത്ര ഭൂരിപക്ഷം കൊടുക്കുമെന്ന കാര്യം തർക്കമില്ലാത്തൊരു കാര്യമാണ്. അതിനുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ച് കഴിഞ്ഞു. അതതിൻ്റെ മൂർധന്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിജയം സുനിശ്ചിതമാണ്, ഒരു തർക്കമില്ല. മണലൂർ മണ്ഡലം അവിടെ ഒപ്പം ഉണ്ടാവും. ആദ്യഘട്ട പര്യടനമാണ് മുന്നോട്ട് പോകുന്നത്. തിരക്കിലേക്ക് പോകേണ്ടതുണ്ട് സ്ഥാനാർത്ഥിക്ക്. അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് ഫ്രീ ആക്കേണ്ടതുണ്ട്. എല്ലാവിധ ആശംസകളും.